ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുമി ആൻഡ് കേരള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ കക്ക ഇറച്ചി അച്ചാറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ കക്ക ഇറച്ചിയാണ്. നമുക്ക് പല സൈസിലുള്ള കക്ക ഇറച്ചികൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. വലിയ സൈസുണ്ട്, ചെറുതുണ്ട്, മീഡിയം ടൈപ്പുണ്ട്. ഏതാണെങ്കിലും കുഴപ്പമില്ല. വലിയ കക്ക ഇറച്ചിയാണെങ്കിൽ അതിനകത്ത് അഴുക്കൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. ചെറിയ കക്ക ഇറച്ചിയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകുമ്പം കൈവച്ച് തിരുമ്മി കഴുകിയെടുത്താൽ മതി. അതിനകത്തെ അഴുക്ക് അങ്ങനെ തിരുമ്മുമ്പം അതിനകത്തെ അഴുക്കെല്ലാം പോയി ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വാരി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 5-8 പ്രാവശ്യം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കഴുകുന്നതിന് മുമ്പ് നമ്മളിത് നോക്കി ഇതിനകത്ത് ചെറിയ കക്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാറ്റി നന്നായി നോക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അടുപ്പിലാണ്. ഗ്യാസിൽ വെക്കുമ്പോൾ അത് മുരിഞ്ഞ് കിട്ടാൻ ഒത്തിരി താമസമാണ്. അപ്പോൾ നമുക്ക് അടുപ്പിൽ പാകം ചെയ്യാം. അപ്പോൾ ഞാനൊരു ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒഴിഞ്ഞ് കിട്ടാൻ. നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ഈ കക്ക ഇറച്ചിയിലെ വെള്ളമൊക്കെ ഊർന്ന് അത് ഇങ്ങനെ സെൻറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിക്കുമ്പോഴും ഇത് കക്ക ഇറച്ചിയുടെ കളറ് നല്ല ഡാർക്ക് കളറാകും. നമ്മൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടാണ് കക്ക ഇറച്ചി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് കളറാകുന്നോടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുരിഞ്ഞ് വരാൻ കുറേ സമയം പിടിക്കും. പെട്ടെന്നൊന്നും ആവില്ല. കുറേ നേരം നമ്മളിങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് സമയം പിടിക്കും ഇത് മൊരിഞ്ഞ് വരാൻ. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് മൊരിക്കണ്ട. ഏകദേശം ഈ പരുവത്തിൽ മൊരിച്ചെടുത്താൽ മതി. കക്ക ഇറച്ചിയെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് അച്ചാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉരുളിക്കകത്തോട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഒരു 4 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എണ്ണ കുറവാണ്, അപ്പോൾ നമുക്ക് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അച്ചാറാകുമ്പോൾ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ഉപ്പൊക്കെ വേണം. നമ്മൾ ഊരി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി അങ്ങിട്ട് കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അച്ചാറാണ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ അച്ചാർ കക്ക ഇറച്ചി കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഉണ്ടാലും മതി വരില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അച്ചാർ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചധികം ദിവസം വെക്കാനാണെങ്കിൽ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരു കേടും വരാതെ ഇരുന്നോളും. അല്ലെങ്കിൽ ഒരാഴ്ചത്തോളമൊക്കെ ഒന്നും കേടൊന്നും വരാതെ ഇരുന്നോളും. നല്ലൊരു അച്ചാറാണിത്. നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.